ശ്രീലക്ഷ്മി. ഞാനിപ്പോൾ ആസാം ചൊറാട്ടിലാണുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഡോഗ് ഹാൻഡ്ലർ ട്രെയിനിങ് ചെയ്തുകൊണ്ട് വരികയാണ്. 6 മാസം നീണ്ട ട്രെയിനിങ് ആണ്. ഇപ്പോൾ ഇവിടെ 1 മാസമായി. ഇനി 5 മാസം ബാക്കിയുണ്ട്. ഞാൻ ആസാം റൈഫിൾസിലെ ആദ്യത്തെ ഡോഗ് ഹാൻഡ്ലർ കോഴ്സ് ചെയ്യുന്ന വുമൺ അത് ഞാനാണ്. അപ്പോൾ ഞാൻ ആസാം റൈഫിൾസിൽ വരുന്നത് 2023 നവംബറിലാണ് പാസിംഗ് ഔട്ട് ആയത്. ട്രെയിനിങ് ചെയ്തത് ദിമാപൂർ നാഗാലാൻഡിൽ വെച്ചിട്ടാണ്. എൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് ചാങ്ലാങ് അരുണാചൽ പ്രദേശിലായിരുന്നു. പിന്നെ എന്താ പറയണ്ടേ, കുട്ടിക്കാലത്ത് എനിക്ക് ആർമി യൂണിഫോം ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പഠിച്ചത് കൃഷ്ണമേനോനിലാണ്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ 2022 ജനുവരിയിൽ ഞാൻ എക്സാം എഴുതി. എക്സാം പാസ്സായപ്പോൾ തന്നെ ഞാൻ MFA മോർണിംഗ് ഫൈറ്റേഴ്സ് അക്കാദമി കുട്ടിച്ചൻ സാറിൻ്റെ അടുത്ത് ഫിസിക്കൽ ട്രെയിനിങ്ങിന് വേണ്ടി പോയി. കുട്ടിച്ചൻ സാറ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. കുട്ടിച്ചൻ സാറ് എന്താ പറയണ്ടേ, ഫിസിക്കലി ഒരു സ്പോർട്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത എന്നെ എന്താ പറയണ്ടേ നല്ലൊരു റണ്ണറാക്കി മാറ്റി കുട്ടിച്ചൻ സാറ് എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ഫിസിക്കലി ഭയങ്കര എൻ്റെ എബിലിറ്റീസ് ഒക്കെ കൂടി. എന്താ പറയണ്ടേ, ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കാനുള്ളതിൻ്റെ ഒരു കാരണം കുട്ടിച്ചൻ സാറാണെന്ന് വേണമെങ്കിൽ പറയാം. കുട്ടിച്ചൻ സാറിന് വളരെ നന്ദിയുണ്ട്. പിന്നെ എന്താ പറയാ, ഡോഗ് ഹാൻഡ്ലർ കോഴ്സ് ഞാൻ യൂണിറ്റിൽ നിന്നപ്പോൾ ആരാണ് വോളണ്ടിയർ ആയിട്ട് ഡോഗ് ഹാൻഡ്ലർ ട്രെയിനിങ് ചെയ്യാൻ ആർക്കാണ് താല്പര്യം ചോദിച്ചപ്പോൾ ഞാൻ വേഗം തന്നെ വോളണ്ടിയർ ആയി. കാരണം എനിക്ക് പണ്ടേ ഡോഗ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആർമിയിൽ വന്നപ്പോൾ ഞാൻ മിലിറ്ററി ഡോഗ്സിനെ കണ്ടപ്പോൾ അതിൻ്റെ എബിലിറ്റീസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയി. പിന്നെ ഇപ്പം അതിനെ ട്രെയിനിങ് ചെയ്യാനൊരു അവസരം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ, അത് പഠിക്കാനുള്ളൊരു അവസരം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ് ഞാൻ കരുതി.